ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ലണ്ടനിലെ ഔദ്യോഗിക വസതി ഡൗണിംഗ് സ്ട്രീറ്റിൽ നിന്നും ഋഷി സുനക് പടിയിറങ്ങി. പകരം ആ സ്ഥാനത്ത് ഇപ്പോഴുള്ളത് കെയർ സ്റ്റാർമർ ആണ്. എന്നാൽ ഡേവിഡ് കാമറൂൺ, തെരേസ മേ, ബോറിസ് ജോൺസൺ, ലിസ് ട്രസ്, ഋഷി സുനക് എന്നീ 5 പ്രധാനമന്ത്രിമാരുടെ സ്ഥാനമാറ്റത്തിനിടയിലും മാറ്റമില്ലാതെ തന്റെ അധികാരം കൈയാളുന്ന ഒരാളുണ്ട് ഡൗണിംഗ് സ്ട്രീറ്റിൽ. അവിടുത്തെ മുഖ്യ കാവലാളായ ലാറി പൂച്ച. പ്രധാനമന്ത്രിയുടെ വസതിയിലെ മുഖ്യ എലിപിടുത്തക്കാരനാണ് ആശാൻ. തെരുവിൽ എലികളെ തിന്ന് ജീവിച്ച വെറും ഒരു പൂച്ചയിൽ നിന്ന് ലോകമറിയുന്ന ലാറി പൂച്ചയായുള്ള വളർച്ചയ്ക്ക് 13 വർഷത്തെ പ്രായമേ ഉള്ളൂ. 2011 നമ്പർ 10 സ്ട്രീറ്റിലെ ഒരു ജീവനക്കാരൻ പൂച്ചയെ ദത്തെടുത്തത്. പാറ്റ, എലി, പുഴുക്കൾ തുടങ്ങിയവയുടെ ശല്യം പൊറുതിമുട്ടിയതോടെയായിരുന്നു ഇത്. അന്ന് തൊട്ട് പ്രധാനമന്ത്രിയുടെ വീട്ടിലെ മുഖ്യ എലിപിടുത്തമായി ലാറിയുടെ ജോലി. അങ്ങനെ പ്രിവിലേജിന്റെ കൊടുമുടിയിലെത്തിയിട്ടും ലാറി പക്ഷെ സ്വന്തം ജോലിയിൽ മിടുമിടുക്കനായിരുന്നു. പരിചയമില്ലാത്ത സിവിൽ സർവന്റ് ആയാലും ശല്യക്കാരനായ എലി ആയാലും കുറുക്കനായാലും ലാറിയുടെ ശൗര്യത്തിന് മുൻപിൽ തോറ്റുപോകും. പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് കാമറൂണിന് ഒരിക്കൽ എലിക്ക് നേരെ ഫോർക്ക് എറിയേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പറയുന്നത്. എന്നാൽ പിന്നീടൊന്നും അത്ര സംഭവം ഉണ്ടായിട്ടില്ല. ഡൗണിംഗ് സ്ട്രീറ്റിൽ രാഷ്ട്രീയക്കാറ്റ് മാറി മാറി വന്ന ഘട്ടത്തിലൊന്നും ലാറിയുടെ സ്ഥാനത്തിന് ഇളക്കം തട്ടിയില്ല എന്നതാണ് കാരണം. 13 വർഷത്തിനിടെ 5 പ്രധാനമന്ത്രിമാർ വന്നുപോയ ഡൗണിംഗ് സ്ട്രീറ്റിൽ ഇനി കെയർ സ്റ്റാർമറിനൊപ്പമാവും ലാറിയുടെ ഭരണം. സ്വന്തമായി സോഷ്യൽ മീഡിയ പേജുകളുള്ള ലാറിക്ക് നിരവധി ഫോളോവേഴ്സുമുണ്ട്. അതേസമയം ബ്രിട്ടനിൽ വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയത്. 650 അംഗ പാർലമെന്റിൽ 412 സീറ്റുകൾ ലേബർ പാർട്ടി നേടിയിരുന്നു. 121 സീറ്റിൽ ഒതുങ്ങിയ ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയ തെരഞ്ഞെടുപ്പുമായിരുന്നു ഇത്. കൺസർവേറ്റീവ് പാർട്ടിയിൽ മുൻ പ്രധാനമന്ത്രി ലിസ് ട്രസ് അടക്കം നേതാക്കൾ കൂട്ടത്തോടെ തോറ്റു. ഋഷി സുനക്കിന് റിച്ച്മണ്ട് ആൻഡ് നോർത്താംപ്ടൺ സീറ്റ് നിലനിർത്താനായി. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയും കുടിയേറ്റ പ്രശ്നവും ആരോഗ്യ മേഖലയിലെ വെല്ലുവിളികളും മുഖ്യ ചർച്ചാ വിഷയമായ തെരഞ്ഞെടുപ്പിൽ സുനക് സർക്കാരിന്റെ നയങ്ങളെ ജനം പാടെ തള്ളി. സർക്കാർ ഉണ്ടാക്കാനുള്ള ക്ഷണം ലഭിച്ചതോടെ തന്നെ കെയർ സ്റ്റാർമറും ഭാര്യ വിക്ടോറിയയും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കും എത്തി. ചാൾസ് രാജാവിനെ കണ്ട ശേഷമാണ് സ്റ്റാർമർ തന്റെ ഔദ്യോഗിക ജോലികളിലേക്ക് കടന്നത്.